ഹലോ നമസ്കാരം. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നു ചിക്കൻ പെരട്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. കട്ട് ചെയ്ത് കഴുകി സുർക്കയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ച ചിക്കൻ എടുത്ത് ഒരു ബൗളിലേക്ക് ഇടാം. മുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, ഗരം മസാല എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മസാല ചിക്കനിലേക്ക് നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മാറ്റി വെക്കാം. ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗ കത്തിക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ചിക്കൻ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്ത് അത് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. വേവിച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം സവാള അതിലേക്കിട്ട് ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് വാടുന്നതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം സവാള ഇളക്കി കൊടുക്കുക. സവാള വാടി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. എല്ലാവർക്കും നമ്മളെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ സവാള വാടി വന്നതിലേക്ക് ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചട്ടിയിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം മാരിനേറ്റ് ചെയ്തതിൽ ബാക്കി വരുന്ന മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂട്ടി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. മൂടി തുറന്ന് നമ്മളെ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് നല്ല രീതിയിൽ അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. കറി കുറുകി നല്ല രീതിയിൽ വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബദാമും കാഷ്നട്ടും അരച്ചത് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടി മൂടി വെച്ച് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കുക. അപ്പോൾ ചിക്കൻ പെരട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ മെസ്സേജായിട്ട് അറിയിക്കുക. താങ്ക് യു.